ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ത്യയിലേക്ക് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ ഇറാൻ എംബസി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ന്യൂഡൽഹിയിലേക്ക് പോകുന്നു എന്നത് ഇവിടെ ഇറാൻ എംബസി ആകട്ടെ അവരുടെ എക്സ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. മെയ് 14-15 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ അരാക്ചി പങ്കെടുക്കും. തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും മറ്റു മന്ത്രിമാരുമായും അദ്ദേഹം അവിടെ ചർച്ച നടത്തും. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ആഗോള ഊർജ്ജ പ്രതിസന്ധി ലോകരാഷ്ട്രങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കുകയാണ്. നിർണായക നയതന്ത്ര ചർച്ചകൾക്കായി തന്നെ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അദ്ദേഹം എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ എംബസി ഓഫ് ഇറാനാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് അവർ എക്സ് അക്കൗണ്ടിലൂടെ തന്നെ പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബ്രിക്സ് യോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു സന്ദർശനം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉൾപ്പെടെ തന്നെ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായും അദ്ദേഹം പ്രത്യേക ചർച്ചകൾ നടത്തും. അതേപോലെ ഇത്തരത്തിലുള്ള നിർണായക വിഷയങ്ങളാകും ചർച്ചയിലെ പ്രധാന അജണ്ട എന്നതാണ് സൂചന. ഇറാൻ എംബസി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി ന്യൂഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സന്ദർശനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം തന്നെയാണ്. അതാകട്ടെ അന്തർദേശീയ നിരീക്ഷകരടക്കം ഇത്തരത്തിലൊരു രീതിയിൽ വിലയിരുത്തൽ പുറത്തുവിടുന്നുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തന്നെ ആഗോള എണ്ണവില കുത്തനെ തന്നെ ഉയരുകയാണ്. അതിന്റെ ആഘാതം ഇന്ത്യൻ ഉൾപ്പെടെയുള്ള ഊർജ്ജ ഇറക്കുമതി രാജ്യങ്ങളിൽ നേരിടുന്ന സാഹചര്യം കൂടി ഇവിടെ എടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഊർജ്ജ സാമ്പത്തിക സഹകരണം ഈ ചർച്ചയിൽ നിർണായകമായ വിഷയമാകാനും ഇടയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വിഷയമാകട്ടെ വലിയ രീതിയിൽ ഈ വർഷം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന 18ാമത് ബ്രിക്സ് സമ്മിറ്റ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കമായും ഈ ഒരു സന്ദർശനത്തെ അല്ലെങ്കിൽ ഈ ഒരു യോഗത്തെ നോക്കിക്കാണുകയാണ്. ലോക രാഷ്ട്രീയ സാമ്പത്തിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ഈ ഒരു നിർണായക നയതന്ത്ര ചർച്ചകൾ അരങ്ങേറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതൊരു പുതിയ വഴിത്തിരിവാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇറാൻ ബന്ധം കൂടുതൽ ഇതിലൂടെ തന്നെ ശക്തമാകും. മാത്രമല്ല എന്തൊക്കെ അജണ്ടകളാണ് ഇതിലുള്ളതെന്നതും ഇവിടെ ചർച്ചയാവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനെ തുടർന്നുകൊണ്ട് ആഗോള ഊർജ്ജ വിപണിയിലെ തടസ്സങ്ങൾക്കിടയിലാണ് അരാക്ചിയുടെ ഇന്ത്യ സന്ദർശനം പ്രാധാന്യം നേടുന്നത്. ചർച്ചയ്ക്കിടെ തന്നെ ക്രൂഡ് ഓയിൽ വിതരണം അവിടെ സ്ഥിരതപ്പെടുത്തുന്നതിനും ഊർജ്ജ ഇറക്കുമതി രാജ്യങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു നേരത്തെയുള്ള പരിഹാസത്തിലേക്ക് നീങ്ങാൻ ഇത് സഹായിക്കുക അല്ലെങ്കിൽ ടെഹ്റാനോട് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടതായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഒരു പ്രധാന പങ്ക് കടന്നുപോകുന്ന നിർണായക സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ ആശങ്കകൾ അവിടെ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ തന്നെ തന്ത്രപ്രധാനമായ അവിടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായ ചബഹാർ തുറമുഖത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇന്ത്യ കൂടുതൽ ചർച്ച ചെയ്തേക്കാം. അതിൽ ഇന്ത്യ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഈ വിഷയം ഇറാനുമായും US-മായും ചർച്ച ചെയ്തു വരികയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.